ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച പി.വി. അൻവർ എം.എൽ.എ ജയിൽ മോചിതനായി. ദൈവത്തിന് നന്ദിയെന്ന് അൻവർ പ്രതികരിച്ചു. ദൈവത്തിന് നന്ദി, അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDF നേതാക്കന്മാരായ പാണക്കാടി തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. KT സ്വാലിഹ വിവരങ്ങൾ നൽകാൻ ചേർന്നു. സ്വാലിഹ, ജാമ്യ ഉത്തരവ് ജയിലിൽ ഇന്ന് തന്നെ എത്തിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ജയിൽ മോചനം സാധ്യമായത്. പ്രതിപക്ഷ നേതാക്കൾക്കാണ് എണ്ണി നന്ദി പറയുന്നത്. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും വളരെ നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇന്ന് രാവിലെ കേസ് കോടതി പരിഗണിച്ചപ്പോൾ, ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പോലീസിനോട് അസസ്മെന്റ് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് തന്നെ പോലീസ് ഇത് നൽകിയെങ്കിലും പിന്നീട് ഉച്ച കഴിഞ്ഞാണ് വാദം നടന്നത്. 5 മണിയോടെ വിധി പറയാൻ മാറ്റിവെച്ചു. ഉച്ചയ്ക്ക് 5 മണിക്ക് വിധി പറഞ്ഞെങ്കിലും 2 മണിക്കൂറിനകം ഈ ഉത്തരവ് തവനൂർ ജയിലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഏതാണ്ട് 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ അത് പ്രതീക്ഷയോടെയാണ് പ്രവർത്തകരൊക്കെ കാത്തുനിന്നിരുന്നത്. പിന്നീട് ഇത് എത്തി നിയമ നടപടികൾ പൂർത്തിയായതിനു ശേഷം പി.വി. അൻവർ എം.എൽ.എയെ പുറത്തിറക്കി. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDF-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ജയിലിൽ പോകുന്നതിന് മുൻപ് തന്നെ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അതിനുശേഷം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു.